ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 13 വിശുദ്ധ ഹിലരി. പാശ്ചാത്യ സഭയുടെ അത്തനാസിയോസ് എന്നും ആര്യൻ പാഷാണ്ഡതയെ അടിച്ച് പരത്തിയവൻ, ഹാമർ ഓഫ് ദ ആര്യൻസ്, ഹാമർ ചുറ്റിക്കൊണ്ട് അടിച്ച് പരത്തിയവൻ എന്നും അറിയപ്പെടുന്ന മഹാവിശുദ്ധനാണ് വിശുദ്ധ ഹിലരി. പോത്തിയായിലെ വിശുദ്ധ ഹിലരി എന്നും പറയും. 310 അദ്ദേഹം ജനിച്ചത്. 367 അദ്ദേഹം മരിച്ചത്. മെത്രാനും സഭയുടെ വേദപാരംഗതനുമാണ് ഈ വിശുദ്ധ ഹിലരി. ആനന്ദം, സന്തോഷം എന്നൊക്കെ അർത്ഥമുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ് ഹിലരി എന്ന പാദത്തിൻ്റെ നിഷ്പത്തി. ഹിലരിയുടെ മാതാപിതാക്കള് പുറജാതിക്കാരായിരുന്നു. ഗ്രീക്കിലും മറ്റും ഉന്നതമായ പഠനം ഹിലരിക്ക് ലഭിച്ചു. പിന്നീട് പഴയ നിയമവും പുതിയ നിയമവും പഠിക്കാൻ തുടങ്ങിയതോടെ നവപ്ലറ്റോണിസം എന്ന് പറയുന്ന പ്ലേറ്റോ, ഗ്രീക്ക് തത്വജ്ഞാനിയായ പ്ലേറ്റോ, അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് പണ്ട് ഇഷ്ടപ്പെട്ടതായിരുന്നേ. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുധർമ്മം സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി, ഭാര്യയും മകളും. പോത്തിയായിലെ ജനങ്ങൾ ഹിലരി അത്രമാത്രം സ്നേഹിച്ചിരുന്നതിനാൽ 350 അവർ അദ്ദേഹത്തെ മെത്രാനായി തിരഞ്ഞെടുത്തു. നമ്മുടെ കാലത്ത് യഹോവ സാക്ഷികളെ പോലെ അക്കാലത്ത് യേശുവിനെ ദൈവത്തെ നിഷേധിച്ച ഒരു വിഭാഗമായിരുന്നു ആര്യൻ പാഷാണ്ഡതയുടെ വക്താക്കൾ. ലോഗോസ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവം മാത്രമാണെന്നും ലോഗോസ് ആളല്ല എന്നുമാണ് ഈ ആര്യൻ പാഷാണ്ഡതക്കാർ പ്രചരിപ്പിച്ചത്. ആര്യസ് എന്ന വ്യക്തിയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത്. ലോഗോസ് അസ്തിത്വത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നുവെന്നും ഈ ആര്യസ് പഠിപ്പിച്ചു. അതിനെതിരെ, ഈ പാഷാണ്ഡതയ്ക്കെതിരെ പോരാടുകയായിരുന്നു ഹിലരി മെത്രാന്റെ പ്രഥമ ദൗത്യം. ഫ്രാൻസിലെ പോത്തി എന്ന സ്ഥലത്ത് ജനിച്ച ഹിലരി യേശുവിന്റെ ദൈവത്വം സ്ഥാപിക്കാനായി റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം സഞ്ചരിച്ചു. വേദത്താളുകളിൽ ശക്തമായ അടിത്തറയുള്ള കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരെ പഠിപ്പിക്കുന്നവരെ കുറിച്ച് ഈ വേദവായനയുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം 18-19. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു. അബദ്ധ സിദ്ധാന്തങ്ങളെ പ്രതിരോധിക്കാനും സത്യവിശ്വാസം പ്രചരിപ്പിക്കാനും ഹിലരി ചെയ്ത അധ്വാനം അത്രയധികമാണ്, വളരെ വലുതാണ്, ചില്ലറയല്ല. ഇന്ന് ഈ അബദ്ധ സിദ്ധാന്തങ്ങളെ പ്രതിരോധിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പാഷാണ്ഡതയും ശീഷ്മയും നമ്മുടെ സഭയിൽ എല്ലാ കാലത്തും സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ കാലത്ത് അത് വളരെ ഇങ്ങനെ പുറത്തെങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഈ എറണാകുളത്തെ ശീഷ്മയുണ്ടാക്കാനും അബദ്ധ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന വിമത വൈദികര്, സഭാ നേതൃത്വത്തെയും മാർപ്പാപ്പയും ധിക്കരിക്കുന്ന ശീഷ്മക്കാര്, അവരെ പ്രതിരോധിക്കാൻ നാം എന്തു ചെയ്യുന്നു? സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ നാം എന്തു ചെയ്യുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ വിശുദ്ധരുടെ വഴിയിലാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. ക്ഷമിക്കലും പൊറുക്കലും, അതായത് കർത്താവിൻ്റെ ശത്രുക്കളോടും ക്ഷമിക്കലും പൊറുക്കലും ചെയ്താൽ നമ്മൾ കർത്താവിൻ്റെ ആളുകളല്ല. അല്ല. ഏത് വചനം എവിടെയാണ് ചേരുക എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ ധ്യാന ഗുരുക്കന്മാരും അന്ധകാരത്തിലാണ്. എല്ലാം ക്ഷമിക്കുക പൊറുക്കുക, എല്ലാം ക്ഷമിക്കുക പൊറുക്കുക. അല്ല, എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനുള്ളതല്ല. പിശാചുക്കളെ പുറത്താക്കാനാണ് കർത്താവ് പറഞ്ഞത്, ക്ഷമിക്കാനല്ല. ദുർഭൂതങ്ങളെ പുറത്താക്കാനാണ് കർത്താവ് ശക്തി നൽകിയിരിക്കുന്നത്, അവരോട് ക്ഷമിക്കാനല്ല. പിശാചുമായിട്ട് കൂട്ടുകൂടാനല്ല, ശത്രുത ഉണ്ടാക്കാനാണ് കർത്താവ് പറഞ്ഞത്. വചനത്തിന്റെ അർത്ഥം എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാതെ വെറും അന്ധകാരത്തിൽ ആക്കുകയാണ് പല ധ്യാന ഗുരുക്കന്മാരും. അവരും അവരുടെ ധ്യാന പരിപാടികൾ അടക്കം നശിച്ചു പോകും. തീർച്ചയായിട്ടും ക്ഷമിക്കേണ്ടത്, വ്യക്തിപരമായ ബന്ധങ്ങൾ ക്ഷമിക്കണം. പക്ഷെ അത് അബദ്ധ സിദ്ധാന്തത്തെ അംഗീകരിച്ചുകൊണ്ടല്ല. അബദ്ധ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ആളുകളെ പണം വാങ്ങിച്ച് അവരോട് ക്ഷമിച്ചു വിടുന്ന രീതി എനിക്കറിയാം, നേരിട്ടറിയാം. അതൊന്നും ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഹിലരിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അക്കാലത്തെ പാഷാണ്ഡതകൾക്കെതിരെയും ശീഷ്മകൾക്കെതിരെയും ആ വിശുദ്ധൻ പടവാൾ എടുത്തതുപോലെ ഇന്ന് നമ്മുടെ ഊഴമാണ്. നമ്മുടെ ഊഴത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പാഷാണ്ഡതയെയും ശീഷ്മയെയും എതിർക്കാൻ, സത്യവിശ്വാസം പ്രചരിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിശ്ചയിക്കും നിങ്ങൾ വിശുദ്ധരുടെ വഴിയിലാണോ കർത്താവിൻ്റെ കൂടെയാണോ അല്ലയോ എന്ന്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.